ഹായ്, തേക്കടിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്തിയവരോടാണ്. പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. എല്ലാവരും ഹായ് പറഞ്ഞേ. ഈ യാത്രയിൽ ഒരു പ്രത്യേകത ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവരിൽ പലരും 50-60% ജീവിതം ജീവിച്ച് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നവരാണ്. ഇതിൻ്റെ അകത്തൊരു പുതിയൊരു കപ്പിളുണ്ട്, അവരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പേര് പറഞ്ഞോ? ജയദീപ്, ശിശിര. ഒരു ന്യൂ കപ്പിളാണ്. ഇവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ യാത്ര തേക്കടിയിലെ ഒട്ടകത്തലമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തേക്കടിയിലെ ബോട്ടിങ് ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ തടാകം, വെള്ളം കിടക്കുന്ന തടാകവും, പിന്നെ തേക്കടി ടൗണും, പിന്നെ മംഗലാദേവിയുടെ ആ വ്യൂ, ഇതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളുടെ യാത്ര നേരെ അങ്ങോട്ടാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഒട്ടകത്തലമേട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ താഴെ കാണുന്ന ടൗണൊക്കെയാണ് കുമളി ടൗൺ. പിന്നെ അവിടെ വെള്ളത്തിൻ്റെ തടാകമുണ്ട്. നമ്മുടെ ഒട്ടകത്തലമേടിൻ്റെ വ്യൂ പോയിൻ്റ്. ഇപ്പോൾ ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എത്തിയത്. അതാണ് ഇങ്ങനെ ഒരു ക്ലൈമറ്റ്. ഇപ്പം രാവിലെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. ഇവിടെ കുറേ നേരം ഇരുന്ന് നിങ്ങൾ കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ കുറേ ടൗണിൻ്റെയൊക്കെ കാണുന്നതിൻ്റെ പുറകിലാണ്, ലാസ്റ്റ് മലയുടെ അടുത്താണ് ഈ തേക്കടിയിലെ തടാകം, വെള്ളം കിടക്കും. അവിടെയാണ് ഈ ബോട്ടിങ്ങൊക്കെ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഫോട്ടോയും ഒക്കെ എടുക്കാം. ഇവിടെ കുറേ നോർത്ത് ഇന്ത്യൻസും അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ തേക്കടിയിലെ ഒട്ടകത്തലമേട്. ഏകദേശം കുമളി ടൗൺ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമാണ് ഇവിടം വരെ എത്താനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ചായക്കടയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാം. ഈ തേക്കടി കുമളി എന്ന് പറയുന്നത് വേറെ വേറെയാണ്. തേക്കടി എന്ന് പറയുന്നത് ഈ വനത്തിൻ്റെ പേരാണ് തേക്കടി. കുമളി എന്ന് പറയുന്നത് ഇവിടുത്തെ ടൗണാണ്. അപ്പം ഇവിടെ എത്താനായിട്ടൊരു 10 കിലോമീറ്ററേ ഉള്ളൂ കുമളിയിൽ നിന്ന്. അപ്പം വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാം. അപ്പം ഒട്ടകത്തലമേട് തേക്കടിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. വീഡിയോ കാണുന്നവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളാണ് മൊത്തം. ഇതാണ് നമ്മുടെ മെയിൻ കപ്പിത്താൻ. ഈ ട്രിപ്പിൻ്റെ ഇൻചാർജാണ് നമ്മുടെ രാജേഷേട്ടൻ. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ അകത്തുള്ളവരാണ്. എല്ലാവരും കൂടെ ഒറ്റടിക്ക് ഒരു ഹായ്. ഓക്കെ, റെഡി? 1 2 3. അപ്പം നിങ്ങളുടെ കൂടെ യാത്ര ചെയ്തതിൽ വളരെ സന്തോഷം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഇവിടെ ട്രിപ്പ്? ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല നറേഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നേരിട്ട് സ്ഥലങ്ങളെ പറ്റിയുള്ള ആ ഒരു നറേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ആ മംഗളാദേവി ക്ഷേത്രം. പിന്നെ ഇങ്ങനെയുള്ള യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളാണ് നമുക്ക് വല്ലാണ്ട് സ്വാധീനിക്കാം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ. താങ്കൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാവട്ടെ. കാരണം ജീവിതമാർഗത്തിൽ നമുക്ക് വരുമാനം എന്ന് പറയുന്നത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ എല്ലാ ആശംസകളും. ഓക്കെ. അപ്പോൾ പുതിയ കപ്പിളിന് എന്താ പറയാനുള്ളത്? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരാളായിട്ട് ബന്ധപ്പെടാൻ പറ്റിയത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൂടുതൽ എന്നും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കൂടുതലും ബന്ധപ്പെടാം. താങ്ക് യു. അപ്പം എല്ലാവരും കണ്ടത് വളരെ സന്തോഷം.